ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹസാർഡ്സ് അറ്റ് വർക്ക് പ്ലേസ്. ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കും എന്ന് നോക്കാം. വാട്ട് ഈസ് ഹസാർഡ്, കാറ്റഗറീസ് ഓഫ് ഹസാർഡ്സ്, ഇഫക്ട്സ് ഓഫ് ഹസാർഡ്സ്, ഹസാർഡ് ഹാൻഡ്ലിംഗ്, ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻ സോഴ്സസ്, സേഫ്റ്റി ടിപ്സ്. ഇനി എന്താണ് ഹസാർഡ് എന്ന് നോക്കാം. വാട്ട് ഈസ് ഹസാർഡ്? എ ഹസാർഡ് ഈസ് എനി സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഡാമേജ്, ഹാം or adverse health effect under certain condition at work. ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഏത് കാരണത്തെയും ഹസാർഡ് അല്ലെങ്കിൽ അപകടം ആയി കണക്കാക്കാവുന്നതാണ്. ഇനി അടുത്തതായി കാറ്റഗറീസ് ഓഫ് ഹസാർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാറ്റഗറീസ് ഓഫ് ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഹസാർഡ്, ഏതെല്ലാം തരത്തിലുള്ള അപകടങ്ങളാണ് നമുക്ക് തൊഴിലിടങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഹസാർഡ്സിനെ 6 തരംതിരിച്ചിട്ടുണ്ട്. ബയോളജിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ഫിസിക്കൽ ഹസാർഡ്, എർഗണോമിക് ഹസാർഡ്, സൈക്കോ സോഷ്യൽ ഹസാർഡ് ആൻഡ് സേഫ്റ്റി ഹസാർഡ്. എന്താണ് ബയോളജിക്കൽ ഹസാർഡ് എന്ന് നോക്കാം. It is caused by living organisms like bacteria, virus, insects, plants, birds, animals, etc. അതായത് ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് എന്തെങ്കിലും അപകടങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബയോളജിക്കൽ ഹസാർഡായിട്ട് കണക്കാക്കാം. അതായത് ജീവനുള്ള വസ്തുക്കളിൽ നിന്നുണ്ടാകാവുന്ന അപകടങ്ങൾ. നെക്സ്റ്റ്, കെമിക്കൽ ഹസാർഡ്. It is caused by exposure to chemicals in the workplace. അതായത് തൊഴിലിടങ്ങളിൽ കെമിക്കൽസ് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയാണ് നമ്മൾ കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് സൈക്കോ സോഷ്യൽ ഹസാർഡ്. സ്ട്രെസ് കോസ്ഡ് ഡ്യൂ ടു വയലൻസ്, എക്സസീവ് പ്രഷർ, കോൺഫ്ലിക്ട്സ് അറ്റ് വർക്ക് പ്ലേസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് മെൻ്റലി സ്ട്രെസ് ഉണ്ടാവാം. ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ എംപ്ലോയീസ് തമ്മിലുണ്ടാകാവുന്ന കോൺഫ്ലിക്റ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ ജോലി ഭാരം കൊണ്ടോ ഒക്കെ മനസ്സിലുണ്ടാകാവുന്ന സംഘർഷങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, അതിനെയാണ് നമ്മൾ സൈക്കോ സോഷ്യൽ ഹസാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സേഫ്റ്റി ഹസാർഡ്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു സ്ലിപ്പിംഗ്, ഇൻഅപ്രോപ്രിയേറ്റ് മെഷീൻ ഗാർഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ. അതായത് നമ്മൾ തൊഴിലിടത്തിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഴ്ചകളൊക്കെ സംഭവിക്കാം. അതുപോലെ നല്ല രീതിയിലല്ലാതെ ഗാർഡ് ചെയ്യപ്പെടാതെയുള്ള മെഷീനുകളിൽ നിന്നോ അതുപോലെ പെട്ടെന്ന് ഏതെങ്കിലും എക്യുപ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ ആകുമ്പോഴോ ഒക്കെ നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം. അതിനെയാണ് നമ്മൾ സേഫ്റ്റി ഹസാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, എർഗണോമിക് ഹസാർഡ്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഇംപ്രോപ്പർ സെറ്റപ്പ് ഓഫ് വർക്ക് സ്റ്റേഷൻസ്, faulty design chairs, tools and equipments, wrong postures, etc. അനുയോജ്യമല്ലാത്ത രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ജോലിസ്ഥലം, അതുപോലെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും ശരിയായ രീതിയിൽ അല്ലാതെ ഡിസൈൻ ചെയ്തിട്ടുള്ളവ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ശാരീരികമായ പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. ഇതിനെയാണ് എർഗണോമിക് ഹസാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫിസിക്കൽ ഹസാർഡ്. ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു റേഡിയേഷൻ, നോയ്സ്, എക്സെട്ര. അതായത് റേഡിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വരുമ്പോഴോ അതുപോലെ സ്ഥിരമായിട്ട് ശബ്ദം വലിയ തോതിൽ കേൾക്കേണ്ടി വരുമ്പോഴോ ഒക്കെ ഉണ്ടാകാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ, അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഹസാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇഫക്ട്സ് ഓഫ് ഹസാർഡ്സ് ആണ്. അതായത് നമ്മൾ പല കാറ്റഗറീസ് ഓഫ് ഹസാർഡ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. സ്റ്റെപ്പിംഗ് ഓൺ റസ്റ്റി നെയിൽസ്, ടിൻസ് ഓർ അയൺ ലീഡ്സ് ടു ടെറ്റനസ്. അതായത് തുരുമ്പെടുത്ത ആണിയിലോ ടിന്നിലോ ഒക്കെ മുട്ടിപ്പോയാലൊക്കെ നമുക്ക് ചിലപ്പോൾ ടെറ്റനസ് വരെ ആവാം. ഇഞ്ചുറി ഫ്രം കട്ടിംഗ് ആൻഡ് വെൽഡിംഗ് മെഷീൻ, കട്ടിംഗ് വെൽഡിംഗ് മെഷീനിൽ നിന്നൊക്കെ ഉണ്ടാകാവുന്ന ഇഞ്ചുറികൾ. ഇഞ്ചുറി ഫ്രം അൺഗാർഡഡ് മെഷീനറി, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാത്ത മെഷീനറികളിൽ നിന്ന് ഉണ്ടാകാവുന്ന അപകടങ്ങൾ.
ബേൺസ് ഫ്രം എക്സ്പ്ലോസീവ്, അതായത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളവയിൽ നിന്നുണ്ടാകാവുന്ന പൊള്ളലുകളൊക്കെ. ഫ്രാക്ചേഴ്സ് ഫ്രം സ്ലിപ്സ്, ഫാൾസ് ഫ്രം ലാഡേഴ്സ് എക്സെട്ര. ലാഡറിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ചെയ്യേണ്ട ജോലിയാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീഴ്ചയൊക്കെ സംഭവിക്കാം, അതൊരു പ്രശ്നമാണ്. ഇഞ്ചുറി ഫ്രം അൺലോഡിങ് മെറ്റീരിയൽസ് അൺലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഇഞ്ചുറികൾ. ഹൈ ലെവൽ ഓഫ് നോയ്സ് ക്രിയേറ്റ് ഹിയറിംഗ് പ്രോബ്ലം. നമ്മൾ സ്ഥിരമായിട്ട് വലിയ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകാം? ഹിയറിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാം. ചാൻസ് ഓഫ് ഇൻഹെറിറ്റബിൾ ജനറ്റിക് ഇഫക്ട്സ്, അതായത് ചിലപ്പോൾ പാരമ്പര്യ രോഗത്തിലേക്ക് വരെ എത്താം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് പറയുന്നത്. ഹസാർഡ്സ് പലതരത്തിലും നമ്മൾ പറഞ്ഞു, അതിൻ്റെ അപകടങ്ങളുടെ ഇഫക്റ്റാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇതിനൊക്കെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. ഇപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഇതുപോലെ സംഭവിക്കണമെന്നല്ല, നമ്മളിങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ തൊഴിലിടങ്ങളൊക്കെ സജ്ജീകരിക്കേണ്ടത്. നെക്സ്റ്റ് ഹസാർഡ്സ് ഹാൻഡ്ലിംഗ് ആണ്. എംപ്ലോയർ മസ്റ്റ് പ്രൊവൈഡ് ട്രെയിനിങ് ഇൻ വർക്ക് പ്ലേസ് ഹസാർഡസ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ എംപ്ലോയർ വർക്ക് പ്ലേസ് ഹസാർഡസ് മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് ഒരു ട്രെയിനിങ് നമുക്ക് തരണം. The system use labeling that helps to recognize hazardous material. ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് എങ്ങനെ ലേബിൾ ചെയ്യാം, എങ്ങനെയാണ് ഹസാർഡസ് മെറ്റീരിയൽസിനെ ലേബിൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ അറിയാനായിട്ട് സാധിക്കും. The label provide specific information on handling, storing and disposing of hazardous material. അപ്പോൾ ഈ ലേബിളിലൂടെ നമുക്ക് എന്താ അറിയാൻ പറ്റുന്നത്? ഈ ഹസാർഡസ് മെറ്റീരിയൽസ് ആണ് എങ്കിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം, എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, ഇതെല്ലാം നമുക്ക് ആ ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ all retailers must have their own hazard identification information source എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ റീറ്റെയിലറും അവിടുത്തെ ഹസാർഡുകൾ എന്തൊക്കെയെന്ന് തിരിച്ചറിയാനായിട്ടൊരു സോഴ്സ് കണ്ടെത്തണം. അതിനൊരു സിസ്റ്റം നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നു. നെക്സ്റ്റ് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻ സോഴ്സ്, അതായത് അപകടങ്ങൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നോക്കിയേ, വർക്ക് പ്ലേസ് ഇൻസ്പെക്ഷൻ നടത്തുക, ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, ടീം കൺസൾട്ടൻസിനെ ആക്കുക, ഇൻസിഡൻറ്റ് ഇഞ്ചുറി ഇൽനെസ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക, അതുപോലെ ഹെൽത്ത് ആൻഡ് എൻവയൺമെൻറ്റൽ മോണിറ്ററിംഗ് നടത്തുക, എംപ്ലോയി കംപ്ലയിൻസ് ആൻഡ് ഒബ്സർവേഷൻസ് നടത്തുക, അതുപോലെ കൃത്യമായി സേഫ്റ്റി ഓഡിറ്റ്സ് നടത്തുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ തന്നെ എന്ത് സാധിക്കും? നമുക്ക് ഹസാർഡുകൾ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെ തിരിച്ചറിയാനും അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കാനുമായിട്ട് സാധിക്കും. നെക്സ്റ്റ് സേഫ്റ്റി ടിപ്സ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. സെക്കൻഡ് വൺ, അവോയ്ഡ് വർക്ക് പ്ലേസ് സ്ലിപ്സ്, ട്രിപ്സ് ആൻഡ് ഫോൾസ്. തേർഡ് വൺ, ഫോളോ വർക്ക് പ്ലേസ് റൂൾസ്. അതിലൊന്നാമത്തേത് നോക്കാം. യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, അതായത് ഓൾവേസ് വെയർ യുവർ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഫോർ യുവർ സേഫ്റ്റി എന്നാണ്. എപ്പോഴും സീറോ ഹാം കമ്പനിയിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? സേഫ്റ്റി ഹെൽമെറ്റ് യൂസ് ചെയ്യുക, ഇയർ പ്ലഗ് അല്ലെങ്കിൽ മഫ് യൂസ് ചെയ്യുക, എല്ലാം കവർ ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ കവർ ചെയ്യുക, സേഫ്റ്റി ഗൂഗിൾസ് യൂസ് ചെയ്യുക, ഹാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്ലൗസസ് യൂസ് ചെയ്യുക, അതുപോലെ സേഫ്റ്റി ഷൂസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. നെക്സ്റ്റ് സേഫ്റ്റി ടിപ്പ്, അവോയ്ഡ് വർക്ക് പ്ലേസ് സ്ലിപ്സ്, ട്രിപ്സ് ആൻഡ് ഫോൾസ്. അതിൻ്റെ പോയിൻറ്റ്സ് നോക്കാം. ഓൾവേസ് വാച്ച് വെയർ യു ആർ ഗോയിങ്. നമ്മൾ വാച്ച് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എവിടെ പോകുമ്പോഴും ശ്രദ്ധിക്കുക. ക്ലീൻ അപ്പ് സ്പിൽസ് ഇമ്മീഡിയറ്റ്ലി. സ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള കാണുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുക. മാർക്ക് വെറ്റ് ഫ്ലോർ വിത്ത് വാർണിംഗ് സൈൻസ്. വെറ്റ് ഫ്ലോർ ആണ് എങ്കിൽ അതിന് വാർണിംഗ് സൈൻസ് കൊടുക്കണം. ഡോണ്ട് ക്യാരി ലോഡ്സ് ദാറ്റ് യു കാൻ സീ ഓവർ. നമ്മൾ ഒരുപാട് ലോഡ് ഒന്നിച്ച് കൊണ്ടുപോകരുത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ റോഡ് ക്ലിയർ ആയിരിക്കണം, അത് കാണാൻ പാകത്തിന് മാത്രം ലോഡുകൾ ക്യാരി ചെയ്യുക. വെയർ പ്രോപ്പർലി ഫിറ്റിംഗ് ഷൂസ് ഫോർ ഈസി മൂവ്മെൻറ്റ്. ഷൂസ് കൃത്യമായത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. റിപ്പോർട്ട് എനി പൊട്ടൻഷ്യൽ സേഫ്റ്റി ഹസാർഡ് ടു മാനേജ്മെൻറ്റ്. നമുക്ക് എന്തെങ്കിലും സേഫ്റ്റി ഹസാർഡ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ മാനേജ്മെൻറ്റിനോട് റിപ്പോർട്ട് ചെയ്യണം.
ലാസ്റ്റ് ടിപ്പ് നോക്കാം. ഫോളോ വർക്ക് പ്ലേസ് റൂൾസ്. വർക്ക് പ്ലേസിൽ നിയമങ്ങളുണ്ടാവും, രീതികളുണ്ടാവും, അത് നമ്മൾ പാലിച്ചിരിക്കണം. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ സേഫ്റ്റി ആൻഡ് സേഫ്റ്റി ഓഫ് അതേഴ്സ്. നിങ്ങളുടെ സേഫ്റ്റിക്ക് ഉത്തരവാദി ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളത്. അതിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ സേഫ്റ്റി കൂടിയാണ് ഉറപ്പാക്കുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇഫ് യു ആർ നോട്ട് ട്രെയിൻഡ് ദെൻ ഡോണ്ട് ഡു ഇറ്റ്. യു നീഡ് ടു നോ പൊട്ടൻഷ്യൽ ഹസാർഡ് എന്നാണ്. നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിലേക്ക് പോകരുത്. നിങ്ങൾക്ക് ഹസാർഡുകളെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം. ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളത് ചെയ്യരുത്. ദെൻ ഓൾവേസ് ഫോളോ ദ റൂൾസ് ആൻഡ് ഡു നോട്ട് ടേക്ക് ഷോർട്ട് കട്ട്. അസസ് റിസ്ക് ബിഫോർ വർക്കിംഗ്. അതാണ്, നിങ്ങൾ ഷോർട്ട് കട്ട് എടുക്കാനായിട്ട് പാടില്ല. എന്താണ് ഷോർട്ട് കട്ട് എടുത്താൽ? പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ റൂൾസ് പാലിക്കുക. എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതിനു മുന്നേ അതിലുണ്ടാകാവുന്ന റിസ്കുകളെ അസസ് ചെയ്യുക, മനസ്സിലാക്കുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം ചെയ്യുക. ദെൻ നെക്സ്റ്റ്, പ്രാക്ടീസ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഹെൽപ്പ് അവോയ്ഡ് ട്രിപ്സ് ആൻഡ് ഫോൾസ്. ട്രൈ ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്. അതാണ്, ഹൗസ് കീപ്പിംഗ് എപ്പോഴും നല്ല രീതിയിലുള്ള ഹൗസ് കീപ്പിംഗ് ആയിരിക്കണം. അതായത് എവിടെയെങ്കിലും വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് അപ്പോൾ തന്നെ വൃത്തിയാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് സാധിക്കും? ഫോൾസും ട്രിപ്സും ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കൂ, വെയർ പ്രോപ്പർ ക്ലോത്തിങ് ആൻഡ് PPE. ഓൾവേസ് പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ആൻഡ് വെയർ ദ ഗിയർ എന്നാണ്. അതായത് PPE എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്. അതെല്ലാം നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം. അതുപോലെ പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് ആൻഡ് വെയർ ദ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ട് എന്തെല്ലാം ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വേണോ അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. അതാണ് എന്താണ് റൂൾ എന്ന് പറയുന്നത്. ഫോളോ ദ റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. നമ്മൾ ഈ പാഠഭാഗത്ത് എന്താണ് ഹസാർഡ്, എന്തൊക്കെയാണ് ഹസാർഡുകൾ, ഏതെല്ലാം കാറ്റഗറി ഹസാർഡുകളുണ്ട്, അതിൻ്റെ ഇഫക്റ്റ് എന്തൊക്കെയാണ്, അതെങ്ങനെ കൈകാര്യം ചെയ്യാം, എന്തെല്ലാം സേഫ്റ്റി ടിപ്സ് ആവശ്യമാണ് എന്നൊക്കെ ഈ ഭാഗത്ത് പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി ഈ പാഠഭാഗത്ത് നിന്നുമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഡ്രാഫ്റ്റ് എ റിപ്പോർട്ട് ഓൺ കോമൺ ഹസാർഡ്സ് takes place in a retail store and how the hazards can be handled effectively. അപ്പോൾ നിങ്ങൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. നമ്മുടെ റീറ്റെയിൽ സ്റ്റോറിൽ സാധാരണയായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഹസാർഡുകൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. Activity 2. Collect various logos and images connected with prevention of hazards in retail industry. Send it to your teacher through WhatsApp. Paste or draw the same in your record book. റീറ്റെയിൽ മേഖലയിൽ അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായിട്ട് പലതരത്തിലുള്ള അടയാളങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് കണ്ടെത്തി അധ്യാപകർക്ക് വാട്സാപ്പ് വഴി ഷെയർ ചെയ്യുകയും റെക്കോർഡ് ബുക്കിൽ അത് വരയ്ക്കുകയോ പേസ്റ്റ് ചെയ്തു വയ്ക്കുകയോ ചെയ്യേണ്ടതാണ്.